ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നൊരു കോട്ടയം സ്റ്റൈലിൽ മീൻകറി വെച്ച് നോക്കാവേ. അയല മേടിച്ചുകൊണ്ട് വന്നാൽ അത് നമുക്കൊന്ന് നല്ല കുടംപുളിയൊക്കെ ഇട്ട് അടിപൊളിയായിട്ടൊന്ന് ആദ്യം ചട്ടി വെച്ചതിന് ശേഷം എണ്ണ ഒഴിക്കുക. അതിനകത്തോട്ട് കടുക്, ഉലുവ ഇട്ട് പൊട്ടിക്കുക. നല്ലതായിട്ട് പൊട്ടിക്കഴിയുമ്പോഴത്തേന് നല്ലതായിട്ടത് ഇഞ്ചി, വെളുത്തുള്ളി, കരിയാപ്പലയൊക്കെ ഇട്ട് നല്ലതായിട്ട് വഴറ്റിയെടുക്കണം. നല്ലതായിട്ടൊന്ന് വഴറ്റി അതൊന്ന് ബ്രൗൺ കളറാകുന്ന വരെ നമുക്ക് വഴറ്റായതിന് നല്ലതായിട്ട് വഴറ്റി നല്ല ഒരു കളറൊക്കെ വന്ന കണ്ടോ. ആ കളറിൽ അതിന് വേണ്ട പൊടികളെടുക്കാം. മഞ്ഞൾപ്പൊടി, ഇച്ചിരി ഫിഷ് മസാലപ്പൊടി ഞാൻ ശകലം അല്പം ചേർക്കുന്നുണ്ട്. ആ കൂടെ അത് പിരിയൻ മുളക് പൊടി, എരിവില്ലാത്ത മുളക് പൊടിയും കൂടെ ചേർക്കാം. ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പും മുളക് പൊടിയും കൂടെ ചേർത്ത് ഉപ്പ് ഇടുക. എന്നിട്ട് ചൂടുവെള്ളം ഒഴിച്ച് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. അതിൻ്റെ ഒരു മണമൊക്കെ ഒന്ന് മാറാൻ അന്നേരം ഈ ചൂടുവെള്ളം ഒഴിക്കുമ്പോൾ നല്ലതായിട്ട് അതൊന്ന് ഇതാവും, നല്ല അടിപൊളിയാവും. അതും കൂടെ വെച്ച് ചട്ടിക്കകത്തോട്ട് കരിയാപ്പിലയൊക്കെ വെച്ച് അടുക്കിയതിന് ശേഷം പുളിയും കരിയാപ്പിലയും കൂടെ വെച്ച് നിരത്തി വെക്കാം. അതെല്ലാം നല്ലതായിട്ട് വെച്ചതിന് ശേഷം നമുക്ക് അടിപൊളിയായിട്ട് വെച്ചതിന് ശേഷം നമ്മൾ വഴറ്റി വെച്ച ഗ്രേവി, ഇഞ്ചിയും വെളുത്തുള്ളി അതിനകത്തേക്ക് ചേർക്കാം. അതുകൂടി ഇട്ട് നല്ലതായിട്ട് ഇളക്കിയൊക്കെ ഒന്ന് വെക്കാം. അത് വെച്ച ശേഷം നമുക്ക് മീനും അടുക്കി വെക്കാം. ആ എണ്ണയ്ക്കകത്തോട്ട് നമുക്ക് ഈ മുളക് പൊടി നല്ലതായിട്ട് വഴറ്റിയെടുക്കാം. നല്ല മൂത്ത മണമൊക്കെ വരട്ടെ, നല്ലൊരു മണം. അതിൻ്റെ ഗ്രേവി മുളക് പൊടിയൊക്കെ നല്ലതായിട്ട് നല്ലതായിട്ട് വഴറ്റുമ്പോൾ നല്ല മണമൊക്കെ വരും. അതിൻ്റെ ആ പച്ച മണമൊക്കെ മാറി എണ്ണയൊക്കെ തെളിഞ്ഞ് അടിപൊളിയാവും. ശേഷം മീനും അടുക്കി വയ്ക്കാം. മീനൊക്കെ അതിൻ്റെ പുറത്തോട്ട് നല്ലതായിട്ട് അടുക്കി വെച്ചതിന് ശേഷം ഇച്ചിരി കരിയാപ്പിലയും ഇടാം. വീണ്ടും ആ മുളകിനെ നല്ല ഗ്രേവി ആക്കണം. നമുക്ക് ആവശ്യമുള്ള ഗ്രേവി ആക്കി എടുക്കാവേ. അതിനാവശ്യമായിട്ടുള്ള ഇതെല്ലാം നല്ല വഴറ്റി നല്ല അടിപൊളിയാക്കി അതൊന്ന് തിളയ്ക്കണം. തിളച്ച് നല്ലൊരു ശേഷം മീനിനകത്തേക്ക് നമുക്ക് ഒഴിച്ച് നല്ലതാക്കി വെച്ച് അടുപ്പിലോട്ട് വയ്ക്കണം. നല്ല അടിപൊളിയാക്കാം. അടുപ്പിൽ വെച്ച് മൂടിയൊക്കെ തുറക്കണം. നല്ല തിളച്ച് വരുന്നുണ്ടോ, നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ്. അപ്പം നമ്മുടെ മീൻ കറി നല്ല റെഡി ആയിട്ടുണ്ട്. അത് അടിപൊളിയായിട്ടുണ്ട്. ഞങ്ങൾ ചക്ക വേവിച്ചതിൻ്റെ കൂടെ ഇത് കഴിക്കുന്നത്.